ഹലോ, ഫുഡ് റെഡി. വോയിസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരിടുന്നത് ഒരു വലിയ വിപത്തിൻ്റെ നടുവിൽ നിന്നാണ്. കാരണം COVID-19 നമുക്കറിയാലോ, 1.5 വർഷമായിട്ട് നമ്മൾ അതിൻ്റെ പിടിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഒരു മാസക്കാലമായി എല്ലാവരും അവരവരുടെ വീട്ടിലാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചാണ് അവരവരുടെ വീടുകളിൽ താമസിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് പേർക്ക് അസുഖങ്ങൾ വന്ന് പെടാറുണ്ട്. അതായത് കോവിഡ് വന്നിട്ട് മിണ്ടാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പനിയോ തലവേദനയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്പറെയോ ആശാവർക്കറെയോ വിളിച്ച് കാര്യങ്ങൾ പറയണം. കാരണം തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ഗവൺമെൻറ് ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ്റിൽ അറിഞ്ഞിരിക്കണം, നമ്മുടെ ആൾക്കാർ അറിഞ്ഞിരിക്കണം, മെമ്പർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറച്ചു വയ്ക്കാതെ അവരെ വിളിച്ച് കാര്യങ്ങൾ പറയുക. പിന്നെ ഇവിടെയുണ്ട് ഒരു കോവിഡ് രോഗി. എൻ്റെ മൂത്തവൻ ഇന്നലെ നെഗറ്റീവ് ആയേ ഉള്ളൂ. ഞങ്ങൾ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തായിരുന്നു. പുള്ളിക്കാരൻ വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവനിപ്പോൾ ബിരിയാണി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഉണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ തീർന്നു. പിന്നെ ഉള്ളത് വെച്ച് നമുക്കൊരു കൊച്ചു ബിരിയാണി തയ്യാറാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളൊരു ചെറിയ ബിരിയാണിക്ക് പ്ലാൻ ചെയ്യുകയാണ്. കാര്യം അവൻ്റെ കൂട്ടുകാർ കുറച്ച് പച്ചക്കപ്പയും ഒരു കോഴിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവന് ബിരിയാണി വേണമെന്ന് നിർബന്ധവും. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ആ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പുതിയ രീതിയിലാണ് കാര്യം. ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് കിടക്കുകയാണ്. നമ്മളിന്ന് 1 കിലോയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ റൈസാണ്. നമ്മൾ എന്ത് റൈസാണ്? ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ്. ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് നമ്മളിത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വാരി വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ നമുക്കിനി തീ കത്തിക്കാം. തീ കത്തിക്കട്ടെ. ഒമ്പോ വെച്ചിട്ട് ആദ്യം നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊണ്ട് പാത്രമൊക്കെ ചൂടായി. ഗീർപ്പശുവിൻ്റെ നെയ്യാണ് കേട്ടോ. ശകലം മസാലയുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഇരട്ടി വെള്ളമുണ്ട്. 1 കിലോ അരി അളന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഈ വെള്ളം തിളയ്ക്കട്ടെ. മൂടി വയ്ക്കണമെന്നില്ല. ഈ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങിയേ. അപ്പോൾ നമുക്ക് ആദ്യമേ ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് ആ നെയ്ക്കകത്തിട്ടൊന്നും ഇങ്ങനെ ഇളക്കേണ്ടതായിരുന്നു. ഇളയ്ക്കൊന്ന് വാട്ടേണ്ടതായിരുന്നു. പക്ഷെ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. വേണ്ട അത് വേണം. ഇനി നമുക്കേ ഉപ്പിട്ടില്ല, നമ്മൾ ഉപ്പിടാം. ഞാൻ നാരങ്ങ എടുത്തു. ഉപ്പ് പാകത്തിന് മതിയത്. എത്ര? 3 സ്പൂണോ? 3 സ്പൂണൊന്നുമില്ല, കറക്റ്റ് 1 സ്പൂണേ ഉള്ളൂ. ഞാനത് ഇങ്ങനെ എടുത്തെടുത്ത് വന്നതാണ്. ഇതിപ്പോൾ എന്തോരാണ് നാരങ്ങ? നാരങ്ങ തന്നെ ഒരു നാരങ്ങയുടെ കാര്യമേ ഉള്ളൂ. ഇതിപ്പോൾ 1.5 നാരങ്ങ ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടല്ലോ. അത് മതി. ഇനി ഇവനൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് അങ്ങോട്ട് ഇട്ട് റെഡിയാക്കാം. റൈസ് ഇടുന്ന മായാമയാണ്. കഴുകി വെച്ചിരിക്കുന്നത്. ഇട്ടുകൊടു.
മൂടി വെക്കണം. കൊച്ചേ ഞാൻ സവാള അരിഞ്ഞു. കറിക്കുള്ളതല്ലേ? ആ കറിക്കുള്ളത്. ഇനി നമുക്ക് ഇതിപ്പോൾ വെന്തോളൂ. ആ കറിക്കുള്ള സംഭവങ്ങൾ ഇനി നിങ്ങൾ ചെയ്തു. ആ പാത്രമൊക്കെ എടുത്ത് താഴത്തേക്ക് വെച്ചിട്ട് അരിഞ്ഞു. ഇതിനകത്തോട്ട് അരിഞ്ഞു. ഇതിനകത്ത് അരിഞ്ഞു. ചേട്ടോ എന്ത് ചേട്ടോ ഇങ്ങനെ ഇപ്പം ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് ഇളക്കി കൊടുക്കാൻ പറ്റും. വെള്ളമൊക്കെ പറ്റി നല്ല ബിരിയാണിയുടെ മണം വരുന്നത് കേട്ടോ. ആയ് വെള്ളം തീരുമ്പോഴത്തേക്കും റെഡി ആയിരിക്കും അല്ലേ? വെള്ളം തീരുമ്പോൾ സംഗതി വെന്തിട്ടുണ്ട്. വെന്തില്ലേ നോക്കി. ഒരു ശകലം അടഞ്ഞിരുന്നാൽ അവിടെ ആയിക്കോളും. ഇപ്പം വെള്ളമൊക്കെ പറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അടുത്തതായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ കറിയുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാം. ഞാൻ അതിങ്ങ് എടുത്തു. ഉരുളി വെച്ചോ. ഓ എന്നാ അതിൻ്റെ അകത്ത്? അതൊരു പാട് പോലെ വന്നു. ഇതേ ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ചിക്കൻ ഇപ്പോൾ ഇതുണ്ടോ? ഇത് 2 കിലോ ചിക്കനാണ്. ഇത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി 1 മണിക്കൂറിന് മുമ്പ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് മാത്രമേ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പിന്നെ നമുക്ക് മസാലയുടെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഗരം മസാലയില്ലേ, ആ സംഭവം ഒന്നുമില്ല. ഇതേ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ചൂടാകുമ്പം നമ്മൾ ഈ ചിക്കൻ ഓരോന്നോരോന്ന് അങ്ങ് ഇട്ട് കൊടുക്കും. ഇട്ട് മൂടി വയ്ക്കും. അത് കുറച്ച് വേകുമ്പോഴത്തേക്കും അടുത്ത പരിപാടി റെഡി. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു സിസ്റ്റം അല്ല കേട്ടോ. നമ്മളൊന്ന് വേവിച്ചെടുക്കാമെന്ന് പറയും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി റെഡിയായിട്ട് വരും. അപ്പോൾ കാണിച്ചു തരാം പരിപാടികളൊക്കെ. ഇപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇവൻ മൊത്തം ഒന്ന് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ ഇടാം. നേരത്തെ ഇട്ടിട്ട് തീ നമ്മൾ മാക്സിമം കുറച്ച് വയ്ക്കും. എന്നിട്ട് മൂടി വയ്ക്കും. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വാടിയേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കൊടുക്കും. ഒരു 5-8 വെളുത്തുള്ളിയും ശകല ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വിട്ട് കൊടുക്കാം.
ഒരു 2 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 3 തണ്ട് ആയിക്കോട്ടെ. ഇനി നമ്മൾ നന്നായി ഇളക്കി വീണ്ടും മൂടി വയ്ക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പതിയെ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി റെഡിയായിട്ട് വരും. ഇത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു കണ്ട, ചിക്കൻ്റെ വെള്ളം ഒക്കെ ഇറങ്ങി വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മളൊരു 4 സവോള, മീഡിയം സവോള 4 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്ര മതി. ഈ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ. ശകലം കൂടി ഉപ്പിട്ടുണ്ട്. നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം, അതേ ചെറുതീയിൽ തന്നെ. ഇപ്പോൾ ദേ നമ്മുടെ കറി പാകമായിട്ടുണ്ട് കേട്ടോ. നല്ല കൊഴുകൊഴാന്ന് പറഞ്ഞ് കുഴമ്പം വരുമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇറക്കാം. നേരെ താഴ്ത്തി. ഇനി നമുക്ക് കുറച്ച് കശുവണ്ടിയും പിന്നെ എന്നാ മഴ വറക്കണ്ട, പപ്പടം പറത്തില്ല നമ്മൾ ആണല്ലേ. ആ നെയ്യ് ഉള്ള സ്പൂണം ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. കാരണം ഈ സവോള ഒന്ന് വറുത്ത് കുറഞ്ഞായിരുന്നു. ഓ, അത് വെളിച്ചെണ്ണ ശരിക്ക് ചൂടായില്ലായിരുന്നു. പുറത്ത് ഭയങ്കര മഴയാണ്, അവിടെ കറക്റ്റ് സൗണ്ടൊന്നും കേൾക്കാൻ മേലാത്ത കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സവോള വറുത്ത് കോരി, ഇനി കശുവണ്ടി പരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി മിക്സ് ചെയ്തല്ലേ ഉണ്ടാക്കി. നമ്മൾ റൈസ് വേറെ കറി വേറെ ആയിട്ടാണ് ഉണ്ടാക്കിയത്.
കാര്യം കറിക്കൊരു ചില പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ, മസാല ചേർക്കാത്ത കറിയാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് അച്ചാർ, നാരങ്ങ അച്ചാറില്ല, മാങ്ങ അച്ചാറാണ്, പിന്നെ പപ്പടം, റൈസ്, ഇതൊക്കെയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞാവയുണ്ട്, നമ്മുടെ വോയിസ് ഓഫ് കൊച്ചിൻ്റെ പുതിയൊരു അതിഥിയാണ്. നല്ല വഴക്കിട്ടുകൊണ്ടിരിക്കുക വേണ്ട, പുള്ളിക്ക് നല്ല ഉറക്കത്തിലാണ്. മോൻ്റെ കൊച്ചാണ്, മൂത്ത മകൻ്റെ പേര് ധ്യാൻ. വേണ്ട ഇല്ല 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 ഇല്ല, കൊച്ചിൻ്റെ അമ്മ വരുന്നുണ്ട്. വാ വാ അമ്മയ്ക്ക് വന്നേ. വിളിക്കണ ഉറക്കം തീർന്നില്ല. വേണ്ട കുഞ്ഞാപ്പി, നമുക്ക് അച്ചായ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ? കുഞ്ഞാപ്പി അച്ചായ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ? ഉണ്ടോ അപ്പൂപ്പ? എന്നാ അമ്മ പിടിച്ചോ കുഞ്ഞിൻ്റെ. അപ്പം ഇനി നമുക്ക് അച്ഛനുള്ള ഫുഡ് മുകളിലേക്ക് കൊടുക്കാൻ പോവാണ്. കുഞ്ഞാവിടെ അച്ഛനുള്ള. അപ്പോൾ ഇത് നമ്മുടെ കോവിഡായിട്ട് മൂടി കിടക്കുന്ന ആൾക്കാരിന് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നേരെ മുകളിലേക്ക് വിടാം. അപ്പോൾ ആദ്യം നമ്മൾ മല്ലിത്തൂക്കിനകത്ത് വെച്ചിട്ട് മുകളിലേക്ക് വെക്കുകയാണ് പതിവ്. ഇനി നമുക്ക് ഇതങ്ങ് കൊടുക്കാം. ഞങ്ങൾ ഈ കയറല്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയിലാണ് കെട്ടിയിട്ട് മുകളിലേക്ക് കൊടുക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഹലോ, ഫുഡ് റെഡി. ബിരിയാണി സ്പെഷ്യൽ. അപ്പോൾ മോൻ്റെ ഫുഡ് നമ്മൾ മുകളിലേക്ക് കൊടുത്തു, അവൻ അവിടെ ഇരുന്ന് കഴിക്കട്ടെ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ ചെന്ന് മേടിക്കുന്ന സാധനമാണ്. ഒരിക്കലും നമ്മളുടെ അടുത്തേക്ക് കോവിഡ് വരികയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വീടുകളിൽ മാക്സിമം കഴിഞ്ഞുവിടാൻ ഒരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. കാരണം ഒരു കാരണവശാലും നമ്മൾ കോവിഡ് ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ ഗുഡ് ബൈ.